ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് ന്യൂസ് 18 സമ്മാനമായി ഓണപ്പാട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ന്യൂസ് 18 കേരളത്തിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ സജീവ് സി വാര്യർ എഴുതി ഹണീസായി ഈണമിട്ടതാണ് ഈ ഗാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതം ഉപയോഗിച്ച് ന്യൂസ് 18 ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ അഭിലാഷ് കുമാറാണ് ഈ ഗാനത്തിന് ദൃശ്യാവിഷ്കാരം ഒരുക്കിയിട്ടുള്ളത്. ഓണവും നൂതന സാങ്കേതിക വിദ്യയും കോർത്തിണങ്ങുന്ന ഈ ഗാനോപഹാരം ഞങ്ങൾ ലോകമെങ്ങുമുള്ള മലയാളികൾക്കായി സമർപ്പിക്കുകയാണ്. കണ്ടും കേട്ടും വരാം. ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണപ്പാട്ട് ഇഷ്ടമായി കാണും. അതിൻ്റെ പാട്ടും ഈണവും ദൃശ്യാവിഷ്കാരവും എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മുൻകൂറായി തിരുവോണദിന ആശംസകൾ നേരുന്നു. ഇന്ന് അനിഴം ദിനമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. 5-ാം ദിവസമാണ്. അനിഴം ദിന ആശംസകൾ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കേട്ട പാട്ടിനൊപ്പം കണ്ട ദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ അഭിലാഷ് കുമാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് എന്ന്. അപ്പോൾ അഭിലാഷ് കുമാറുമായി ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ അജയ് സുധാ ബിജു ചേരുകയാണ് ഇപ്പോൾ. പ്രേക്ഷകരിപ്പോൾ കണ്ട ഈ മനോഹരമായ ഓണപ്പാട്ട് അത് AI ക്രിയേറ്റ് ചെയ്തെടുത്തത് ഞങ്ങളുടെ ന്യൂസ് 18 പ്രിയപ്പെട്ട ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള അഭിലാഷ് കുമാറാണ്. ഞങ്ങളുടെ സ്വന്തം അഭിലാഷ് ഏട്ടൻ. ഓക്കെ, അപ്പോൾ ചേട്ടാ, പ്രേക്ഷകരെല്ലാവരും ഈ ഒരു പാട്ട് കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഓരോ മുഖങ്ങളും പിന്നെ ആ പൂക്കളം ഇടുന്നതാണെങ്കിലും പിന്നെ ഈ ഊഞ്ഞാലാടുന്നതാണെങ്കിലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ്. എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്? അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി ഇത് പുതിയ ടെക്നോളജിയാണ് എയിലിപ്പോൾ ആക്ച്വലി നമുക്കിപ്പം നമ്മൾ മനസ്സിൽ കാണുന്ന സാധനങ്ങൾ എടുക്കാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് നിർമ്മിത ബുദ്ധിയിൽ. അതിൻ്റെ ഒരു പുതിയ തലത്തിലോട്ട് നമ്മൾ പരീക്ഷണം നടത്തിയതാണ് ഈ പാട്ട്. ഇതേപോലെ ഞാൻ നേരത്തെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതേപോലെ വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് ഒരു ആനയുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു അയ്യങ്കളിയുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ചെയ്തു നോക്കി. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഭാവിയിൽ ഇനി കൂടുതലും എയിലുള്ള വിഷ്വൽസ് ആയിരിക്കും കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ പ്രേക്ഷകരുടെ ഒരു പരിചയത്തിന് വേണ്ടി പറയാണ്, ഇന്ത്യയിൽ തന്നെ ഈ വിസാർട്ടി എന്ന് പറയുന്ന AI സോഫ്റ്റ്വെയറിൽ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് അഭിലാഷ് ഏട്ടൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ക്രിയേറ്റീവ് ഡയറക്ടർ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചുരുക്കം ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ആ ഒരു അനുഭവം ഇത് എങ്ങനെയാണ് ചേട്ടൻ ഇത് പഠിച്ചെടുത്തത്, ഈ ഒരു സോഫ്റ്റ്വെയർ പിന്നെ ഇത്തരം കാര്യങ്ങൾ? വിസാർട്ടി ആക്ച്വലി പറഞ്ഞ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ വിർച്വൽ ഗ്രാഫിക്സും മറ്റേ വിർച്വൽ സെറ്റും സാധനങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ ഗ്രാഫിക്സ് TV ഗ്രാഫിക്സ് എല്ലാം പോകുന്ന വിസാർട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കൂടെയാണ്. ആക്ച്വലി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം ഒരു 10-18 വർഷത്തിൽ കൂടുതലായി ഈ സോഫ്റ്റ്വെയറിലും കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിസാർട്ടി സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ നിന്ന് NDTV നിന്നാണ് വന്നിരുന്ന വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ വന്നിട്ടും കുറച്ച് കാലങ്ങളായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. വിസാർട്ടി ഒരുപാട് സോഫ്റ്റ്വെയർ ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ വലിയ ചാനലുകളും എല്ലാ ചാനലുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നത് വിസാർട്ടി എന്ന സോഫ്റ്റ്വെയറാണ്. ഓക്കെ, ഈ ഓണപ്പാട്ടിന്റെ കാര്യം, ഇതിന്റെ വിഷ്വലൈസേഷൻ നമ്മൾ നമ്മുടെ നാട്ടുമ്പുറത്താണെങ്കിലും അല്ലെങ്കിൽ ഈ സിനിമകളിൽ സീരിയലുകളിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള വിഷ്വൽസ് ആണ്. പക്ഷേ ചേട്ടൻ ഇതിനു മുമ്പ് ചെയ്ത അയ്യങ്കാളിയുടെ ആ വില്ലുവണ്ടി യാത്ര അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ മാത്രം വായിച്ച് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അത് വായിക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. അതിന്റെ വിഷ്വലൈസേഷൻ ചേട്ടൻ ചെയ്തെടുത്തു. നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ടിട്ടില്ലാത്ത ആ ഒരു ന്യൂ വേൾഡ്, ന്യൂ വിഷ്വലൈസേഷൻ അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു തോട്ട് പ്രോസസ് അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വിഷ്വലാക്കി മാറ്റുന്നത്? അതിന്റെ ഒരു ക്രിയേഷൻ എങ്ങനെയാണ്?
ആക്ച്വലി ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ലീൻ സാറാണ്. അപ്പോൾ സാർ ഇങ്ങനെ വന്നിട്ട് അഭിലാഷ് ഒരു ഈവനിങ്ങിലാണ് സാർ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്, അഭിലാഷ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എനിക്ക്, അയ്യങ്കളിയുടെ നാളെ അയ്യങ്കളി ദിനമാണ്, അത് ഏകദേശം ഒരു ലേറ്റ് ഒരു 7 o'clock സമയത്താണ് വന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തു തരാൻ പറ്റുമോ, ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു പിന്നെ ഞാൻ നമ്മുടെ കിരൺ ചേട്ടന് കിരൺ ബാബു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഓഡിയോ എടുത്തത്. പുള്ളിയുടെ വോയിസ് അറിയാലോ, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, പുള്ളി ആ രീതിയിലായിരിക്കും എഴുതിയെടുക്കുന്നത്. അപ്പോൾ പുള്ളി ആ രീതിയിൽ തന്നെ ചെയ്ത് അത് തന്നെ ആ ഒരു പഞ്ചോട്ട് ഡയലോഗിലോട്ട് എൻ്റെ അടുത്ത് കൊണ്ട് വരുന്നു. അപ്പോൾ ഞാനത് കേട്ട് 2-3 പ്രാവശ്യം പുള്ളിയുടെ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ആ പഴയ കാലഘട്ടവും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരികയായിരുന്നു. അപ്പോൾ ഞാനത് എന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറ് ഞാൻ ഇതെന്തൊന്നും ചെയ്തിട്ട് ഞാൻ ആക്ച്വലി പറഞ്ഞ ഏകദേശം 2 മണി 3 മണിക്കൊക്കെയാണ് രാത്രി നിന്ന് തീർക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ സാറിനെ തന്നെ കാണിച്ചു. സാർ പറഞ്ഞു ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നത്തെ ആ കാലഘട്ടം ഈ കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ തപ്പിയും കിട്ടാവുന്ന ഇമേജസ് എല്ലാം എടുക്കുകയും അതിനെപ്പറ്റി എനിക്കറിയാൻ പറ്റുന്ന കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വില്ലുവണ്ടി എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മളൊരിക്കലും കണ്ടിട്ടില്ല, എൻ്റെ കാലയളവിലൊന്നും വില്ലുവണ്ടി ഇല്ല. അപ്പം അതെങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു. പിന്നെ അത് ആൾക്കാരൊക്കെ വരച്ചു വെച്ചിരുന്ന ഇമേജസ് ഒക്കെ കണ്ടു. പിന്നെ അതുപോലെ അന്നത്തെ ആൾക്കാരോടത്ത് എങ്ങനെയാണ് പിന്നെ ഈ പുള്ളി അയ്യങ്കളി എങ്ങനെയാണ് ഫേസിലിരിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ അയ്യങ്കാളി എങ്ങനെയായിരിക്കും ബാക്കിയുള്ള പെരുമാറുള്ളത് എന്നൊക്കെ വരച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിന് ഇൻസ്പയർ ഒക്കെ ആയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻപുട്ട് എഐക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. എന്തെന്നാലും ഈ എഐ എന്ന് പറയുന്ന സാധനം നമ്മൾ പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പിന്നെ ക്രിയേറ്റേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ജോലി കളയും എന്നുള്ളതിനെക്കാട്ടി ജോലി കൂട്ടും എന്നാണ് തോന്നുന്നത്. കാരണം കുറെ കൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഇതായിരുന്നു. ചേട്ടൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമോഷണലി കണക്ട് ചെയ്ത, ഞാൻ ഒരുപാട് ഈ ന്യൂസ് എറ്റി വരുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പ് വഴിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വയനാട് പുത്തുമല ദുരന്തം നടന്ന സമയത്ത് ഒരു ആനയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു അമ്മൂമ്മയുടെ നറേഷൻ ഒക്കെ ആയിട്ട്. അപ്പോൾ ചേട്ടൻ പേഴ്സണലി ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ്. ഏതാണ് ചേട്ടൻ്റെ ഒരു കോൺസെപ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്? എനിക്ക് അങ്ങനെ ആക്ച്വലി പറഞ്ഞാൽ അതില് ഞാൻ പിന്നെ നമ്മുടെ അർജുൻ്റെ സ്റ്റോറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തത്. കാരണം ഞാൻ നമ്മുടെ ചാനലില് പിന്നെ അർജുൻ്റെ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു റിപ്പോർട്ട് മാത്രമാണ് അവിടെ പോയി നിന്ന് ചെയ്തത്. അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് മഴയത്തൊക്കെ കെ വി ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ്റെ വിഷ്വല് ഞാനിരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനും കാരണക്കാരൻ ലീൻ സാറാണ് ആക്ച്വലി. അപ്പോൾ ലീൻ സാർ ഒരിക്കലും എന്നോട് വന്ന് പറഞ്ഞു, അഭിലാഷ് ഞാൻ ആ സ്റ്റോറിയിൽ ഒരു ബൈജ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചു, അത് അഭിലാഷിന് സ്റ്റോറി ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാറേ അത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അഭിലാഷ് അതിൽ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്, പിന്നെ ബൈജി പറയുന്നുണ്ട് ഇടയ്ക്ക്, പിന്നെ ബൈച്ചേട്ടൻ പറയുന്നുണ്ട് ആ വണ്ടിക്കകത്ത് ഒരു കളിപ്പാട്ടായിരിക്കുമായിരുന്നു, ആ കളിപ്പാട്ടം പിന്നെ എൻ്റെ മകന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഒരു കൂട്ടുകാരനോട് പറഞ്ഞതായിട്ട് അർജുൻ പറഞ്ഞതായിട്ട് ഒരു ഡയലോഗ് അയാളുടെ പിന്നെ അവിടെ നിന്ന ഒരു പിന്നെ അർജുൻ്റെ കൂട്ടുകാരൻ ബൈച്ചേട്ടനോട് പറഞ്ഞതായിട്ട് ബൈച്ചേട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും കേട്ടിട്ട് ഓക്കെ സാധാരണ റിപ്പോർട്ടിങ് എന്നുള്ള രീതിയിൽ അതങ്ങ് ആയിട്ട് പോകും. പക്ഷെ ലീൻ സാർ അത്രയും പോർഷൻ മാത്രം ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് നോട്ട് ചെയ്തു. പുള്ളി എന്നോട് അത് എഴുതിയിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ ഇതൊരു സ്റ്റോറി ആക്കി നമുക്ക് ഇറക്കാൻ നല്ല രസമായിരിക്കും. അന്ന് നമ്മുടെ സൈത്തേട്ടനെ കൊണ്ടുവന്ന് ഓഡിയോ ഡബ് ചെയ്യിപ്പിച്ചിട്ട് അത് നമുക്ക് അതിനുള്ള വിഷ്വൽ കിട്ടാൻ സാധ്യതയില്ല, പിന്നെ നമുക്ക് ആ സമയത്ത് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല, നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഇല്ല. അങ്ങനെ ഒരു അർജുൻ നമ്മൾ കാണാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ സാഹചര്യത്തില്ല. അപ്പോഴത്തേക്ക് സാർ ഇങ്ങനെ എനിക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇരുന്നിട്ട് അതെങ്ങനെയായിരിക്കാം കാരണം അത് ആ കളിപ്പാട്ടം വെച്ചിരുന്നത്, അയാൾ ഇതെങ്ങനെയായിരിക്കും പിന്നെ കുട്ടി കൊണ്ടെടുക്കാൻ പോയിരുന്നത്, ആ സമയത്ത് ഇങ്ങനെയാണ് ഇത് പൊട്ടിയത് എന്നൊക്കെ മീൻസ് അവിടെ മണ്ണിടിച്ചിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഞങ്ങൾ അത് ചെയ്തായിരുന്നു. അത് ആക്ച്വലി ഞങ്ങളത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും കൊടുത്തായിരുന്നു. നല്ല റീച്ചുമായി ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. കാരണം വെച്ചാൽ ഈ സമയത്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെ സത്യമായിരിക്കുമോ എന്നുള്ളതൊക്കെ ആൾക്കാരുണ്ട്. അതിനുശേഷം ഈ അർജുൻ്റെ വണ്ടി കണ്ടുപിടിക്കുകയും വണ്ടി വെള്ളത്തിന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്ത് ഈ കളിപ്പാട്ടം ഉണ്ടെന്നുള്ളത് നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യണം. ലാസ്റ്റ് ഏകദേശം ഒരു 6 മാസം ശേഷമാണെന്ന് അർജുൻ്റെ കണ്ടുപിടിക്കുന്നത് അല്ലേ, ഏകദേശം ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ ശേഷം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഈ വണ്ടി ഉണ്ടാകുന്ന കാര്യമാണ്. അന്ന് ഞങ്ങൾ ഏകദേശം ഇന്ന് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ അത് പിന്നെ അയാളുടെ മോന് വേണ്ടി അങ്ങനെ ഒരു കളിപ്പാട്ട് പിടിച്ചു. ആ സ്റ്റോറി ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം അത് സാറത് നോട്ട് ചെയ്യായിരുന്നു, അതെന്നെ കൂടി ചെയ്യിപ്പിച്ച് സാറത് പിന്നെ ഔട്ട്പുട്ട് കൊടുക്കുകയായിരുന്നപ്പോഴും നമ്മൾ പിന്നെ നമുക്കൊരിക്കലും വിഷ്വൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എയുടെ സഹായത്തോടെ നമ്മളന്ന് വിഷ്വൽ ചെയ്ത് കൊടുക്കുക. അന്ന് ചീത്ത പറഞ്ഞ എല്ലാവരും അന്ന് ആ സ്റ്റോറി വീണ്ടും എടുത്ത്
വലിയ കഷ്ടം ചെയ്യുന്നു. അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ന്യൂസ് 8ന്റെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇനി കാണുമ്പോൾ പ്രേക്ഷകരാരും സംശയിക്കേണ്ട, ഇതൊക്കെ ആര് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്വന്തം അഭിലാഷ് ചേട്ടനാണ്. ഇനിയും ഇത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള വിഷ്വലൈസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഒരുപാട് വിഷ്വൽസ് വീഡിയോകളൊക്കെ ഇതിനു മുമ്പും മലയാളി പ്രേക്ഷകർ ന്യൂസ് 8ൻ്റേതായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ കവർന്നെടുത്ത ആ ദുരന്തപൂർണമായ ഒരു സമയം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അപകടത്തിൽ പെടാതിരുന്ന ഒരു മുത്തശ്ശി മാധ്യമങ്ങളോട് അവർ നേരിട്ട അനുഭവം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉരുൾ പൊട്ടി വന്ന സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും ചെന്നെത്തിയതൊരു കാട്ടുകൊമ്പൻ്റെ മുന്നിലായിരുന്നു എന്നുള്ളതും, പക്ഷേ ആ കാട്ടുകൊമ്പൻ തങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാകാം തങ്ങളെ ഉപദ്രവിച്ചില്ല, സംരക്ഷണം ഒരുക്കുന്നത് പോലെ നിന്നു എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ളൊരു കഥ. ആ കഥയ്ക്ക് അന്ന് ആ മുത്തശ്ശി പറയുന്ന ഒരു ബൈറ്റാണ് മാധ്യമങ്ങൾക്കെല്ലാം മുമ്പിൽ വന്നത്. അതാണ് ആദ്യം പ്രേക്ഷകർ കേട്ടത്. അപ്പോൾ ആ കഥ എങ്ങനെയായിരിക്കും, ആ സാഹചര്യം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് ആലോചിച്ച് വളരെ ക്രിയേറ്റീവായി അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ വീഡിയോ ചെയ്തത് അഭിലാഷായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അയ്യങ്കാളി ജയന്തിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ സമയങ്ങളിലൊക്കെ നമുക്ക് വിഷ്വൽസിന് ഒരു അപര്യാപ്തത വരുന്ന സമയത്ത് അഭിലാഷ് ഈ വീഡിയോകളിലൂടെ അത് കൃത്യമായി അത് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോകൾ ഒരുക്കാറുണ്ട്. അത് പ്രേക്ഷകരെപ്പോഴും ഏറ്റെടുക്കാറുമുണ്ട്. ഒരുപക്ഷെ അഭിലാഷ് കുമാറാണ് ന്യൂസ് 18 കേരളത്തിൻ്റെ ഗ്രാഫിക്സ് വിഭാഗത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ ഇതിനൊക്കെ പിന്നിലുണ്ടായിരുന്ന കലാകാരൻ എന്നുള്ളത് ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അഭിനന്ദനം അറിയിക്കാറുണ്ട്. ഒരിക്കൽ കൂടി ഈ മനോഹരമായ ചാരുതയാർന്ന ഓണപ്പാട്ടിൻ്റെ വിഷ്വൽ ഒരുക്കിയതിന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. എപ്പോഴും നമ്മൾ കാണുമ്പോൾ പറയാറുള്ളതാണ്, പുള്ളിക്കാരൻ്റെ കലാവിരുതും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, അഭിനന്ദിക്കാറുള്ളതാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ, അതിന് പിന്നിലെ കലാകാരൻ ആരാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ മനോഹരമായ ഓണപ്പാട്ട് ഒരിക്കൽ കൂടി കേട്ടിട്ട് വരാം. ഓണം